സംസ്ഥാന അവയവദാന പദ്ധതിയുടെ പേരാണെന്ത്? മൃതസഞ്ജീവിനി. എന്താണ് ആ പദ്ധതിയുടെ പേര്? മൃതസഞ്ജീവിനി. മൃതസഞ്ജീവിനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? സിനിമാ താരം മോഹൻലാൽ ആണ്. നമുക്കറിയാം, നമ്മൾ കേൾക്കാറുണ്ട്, സാധാരണ ഒരു തവണ രക്തദാനം ചെയ്യുമ്പോൾ ഏതാണ്ട് 300 ml രക്തമാണ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ചെയ്യാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പുതിയ ടിഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്. നമസ്കാരം, i+ലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ സ്കീമുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. നിയമങ്ങൾ വളരെ കുറവാണ്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ അത് ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളോ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവ എന്തൊക്കെയാണ് എന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ്, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട്. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട്. അതായത് നമുക്കറിയാം, അവയവ കച്ചവടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്ന നിയമമാണേത്? ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആൻഡ് ടിഷ്യൂസ് ആക്ട് എന്നുള്ളത്. ഇത് എനാക്ട് ചെയ്യുന്നത് 1994-ലാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് കൊണ്ടുവരുന്ന ഏത് വർഷമാണ്? 1994-ലാണ്. കാലാനുസൃതമായി 2011 അതൊന്ന് അമെൻമെന്റ് ചെയ്തു, ഭേദഗതി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സിസ്റ്റങ്ങളിലെ ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ടോ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് ഇത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട്. ഏത് വർഷമാണ്? 1994. ഏത് വർഷമാണ്? 1994. അതുപോലെ ശ്രദ്ധിക്കണം, അത് ഭേദഗതി ചെയ്ത ഏത് വർഷമാണ്? 2011-ലാണ്. ഭേദഗതി ചെയ്ത ഏത് വർഷമാണ്? 2011. എന്താണ് ഇതിന്റെ പ്രത്യേകത? പ്രൊവൈഡ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഓർഗൻ ഡൊണേഷൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ. പലപ്പോഴും നമ്മൾ അവയവ കച്ചവടം എപ്പോഴും കേൾക്കാറുള്ളതാണ്. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഓർഗൻ ഡൊണേഷനും ട്രാൻസ്പ്ലാന്റേഷനും വേണ്ടിയുള്ള ലീഗൽ ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രൊവൈഡ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഓർഗൻ ഡൊണേഷൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ. പ്രൊവൈഡ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഓർഗൻ ഡൊണേഷൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ. അതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കിയത് ഏത് വർഷമാണ്? 1994. അത് ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? 2011. ഇനി ഇതിന്റെ പ്രത്യേകതകൾ: ഒന്ന്, ലീഗലൈസ് ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ. നമ്മൾ മസ്തിഷ്ക മരണം കേട്ടിട്ടില്ലയോ? മസ്തിഷ്ക മരണം സംഭവിച്ച ആളുടെ അവയവദാനത്തെ കുറിച്ചൊക്കെ പലപ്പോഴും അത് ഹോസ്പിറ്റലുകളൊക്കെ പലപ്പോഴും മിസ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ലീഗലൈസ് ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ, അത് നിയമപരമായിട്ടുള്ള സാധ്യത നൽകുന്നു. റെഗുലേറ്റ്സ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, അതിനൊരു കൃത്യമായ റെഗുലേഷൻ കൊണ്ടുവരുന്നു. പ്രിവെന്റ്സ് ഇല്ലീഗൽ ഓർഗൻ ട്രേഡ്, അവയവ കച്ചവടം എന്നൊരു സംഭവം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നിയമമാണിത്. അലോസ് ലീവിങ് ആൻഡ് ഡിസീസ് ഡൊണേഷൻ. നമുക്കറിയാം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള പല സ്കീമുകളുണ്ട്, അതിന്റെ ഭാഗമാകാൻ പറ്റും. അതായത് നമ്മൾ സമ്മതപത്രം എഴുതി വെക്കുന്നു, നമുക്ക് ബൈ ആക്സിഡന്റോ അല്ലെങ്കിൽ നാച്ചുറൽ ഡെത്തോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ അവയവങ്ങൾ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അതുപോലെ നമ്മൾ രോഗാവസ്ഥയിലാവുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഭാഗമാകാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോലും നമുക്ക് അതിന്റെ ഭാഗമാകാൻ സാധിക്കും. അതാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്രദ്ധിച്ചോണം, നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. ശ്രദ്ധിച്ചോണം, നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. അപ്പൊ മുമ്പ് നമ്മൾ പറഞ്ഞെന്താണ്? ഇതൊരു ആക്ടിനെ കുറിച്ചാണ്. 94 നിലവിൽ വന്നു. ആക്ടിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥാപനമാണ് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. അപ്പെക്സ് ബോഡി അണ്ടർ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അപ്പെക്സ് ബോഡിയാണിത്. കോർഡിനേറ്റ്സ് ഓർഗൻ ഡൊണേഷൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ. ഓർഗൻ ഡൊണേഷനും ട്രാൻസ്പ്ലാന്റേഷനും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ദൗത്യം. ഇവരെ സംബന്ധിച്ച് ഇവരുടെ എന്തൊക്കെയാണ് പ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻറ്റെയിൻ നാഷണൽ വെയിറ്റിംഗ് ലിസ്റ്റ്. അതായത്
അവയവം സ്വീകരിക്കേണ്ട, ഇപ്പൊ തന്നെ ഒരാളുടെ കിഡ്നിക്ക് ഡാമേജ് വന്നു, അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഓർഗനൈസേഷനിൽ റിക്വസ്റ്റ് കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് റിക്വസ്റ്റുകൾ കാണും. ഇതിൻ്റെ ഒരു വെയിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കും. അപ്പൊ അടുത്തൊരു ഡൊണേഷൻ വരുന്ന സമയത്ത് ആ വെയിറ്റ് ലിസ്റ്റിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്, ഏറ്റവും അർജന്റ് ആർക്കാണോ അവർക്കത് പ്രൊവൈഡ് ചെയ്യുക. അതാണ് മെയിൻറ്റെയിൻ നാഷണൽ വെയിറ്റിംഗ് ലിസ്റ്റ്. 2, അലോക്കേറ്റ് ഓർഗൻസ് ഫെയർലി. യെസ്, കച്ചവടമൊന്നുമില്ലാതെ ഏറ്റവും സുതാര്യമായ രീതിയിൽ തന്നെ ആളുകൾക്ക് അത് നൽകുന്നു. പ്രൊമോട്ട് അവെയർനെസ്, അതായത് അവയവദാനവുമായി ബന്ധപ്പെട്ട അവെയർനെസ്. പണ്ടൊക്കെ കണ്ടില്ല സിനിമാ താരങ്ങളും അവരൊക്കെ സ്ഥിരമായിട്ട് ഈ അവെയർനെസിന്റെ ഭാഗമാകാറുണ്ടായിരുന്നു. മെയിൻറ്റെയിൻ രജിസ്റ്ററി ഓഫ് ഡോണേഴ്സ് ആൻഡ് റെസിപ്പിയൻസ്, അതായത് അത് നൽകുന്ന ആളുകളുടെയും സ്വീകരിക്കുന്ന ആളുകളുടെയും രജിസ്റ്ററി കീപ്പ് ചെയ്യുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും സുതാര്യമായി ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു അപെക്സ് ബോഡിയാണ്. ഇവരാണ് ഓർഗൻ ഡൊണേഷൻ ട്രാൻസ്പ്ലാന്റേഷനും കോർഡിനേറ്റ് ചെയ്യുന്നത്. അവരുടെ ഫംഗ്ഷൻസ് ആണ് നാഷണൽ വെയിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നു, ഏറ്റവും ഫെയർ ആയിട്ട് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടപ്പാക്കുന്നു, അവയർനെസ് നടപ്പാക്കുന്നു, അതേപോലെ ഡോണേഴ്സിന്റെയും റെസിപ്പിയൻസിന്റെയും രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യുന്നു. ഇത് തന്നെ റീജിയണൽ ആൻഡ് സ്റ്റേറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതാണ് റോട്ടോ സോട്ടോ, റീജിയണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. അതിനെയാണ് നമ്മൾ റോട്ടോ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ലെവലിൽ വരുമ്പോൾ അതിനെ സോട്ടോ എന്ന് വിളിക്കും, സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. അപ്പം നമുക്ക് നാഷണൽ ലെവലാകുമ്പോൾ ഈ പറഞ്ഞ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നാണ് പറയുക. അത് റീജിയണൽ ലെവൽ വരുമ്പോൾ അതിന് ഈ 2 പേരുകൾ കൊടുത്തിട്ടുണ്ട്, റോട്ടോ എന്നും സോട്ടോ എന്നും. അപ്പം അവയവദാനവുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യുന്നതും വെയിറ്റ് ലിസ്റ്റ് കീപ്പ് ചെയ്യുന്നതും കിട്ടേണ്ട ആളുകളുടെ ലിസ്റ്റും കൊടുക്കേണ്ട ആളുകളുടെ പ്രയോറിറ്റി എല്ലാം തയ്യാറാക്കി സംസ്ഥാന തലത്തിൽ കീപ്പ് ചെയ്യുന്നത് ഏത് ഓർഗനൈസേഷനാണ്? സോട്ടോ, സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. ഇനി ഓരോ സംസ്ഥാനങ്ങൾക്കും ഇപ്പൊ നമുക്ക് നാഷണൽ ലെവലിൽ ചില പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ ചില സംസ്ഥാനങ്ങൾക്ക് ഇതിൻ്റെതായ ലോക്കലായിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട്. തമിഴ്നാടിന്റെ അവയവദാന പദ്ധതി കൊടുത്തിരിക്കുന്ന പേരാണ് ട്രാൻസ്റ്റാൻ. ട്രാൻസ്പ്ലാന്റ് അതോറിറ്റി ഓഫ് തമിഴ്നാടു വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ഫോർ ഇറ്റ്സ് റീബസ്റ്റ് രജിസ്ട്രി സിസ്റ്റം. അതായത് അവർ കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ അവയവദാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ പേരാണ് ട്രാൻസ്റ്റാൻ. നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടാണ് നമ്മൾ ആ പേര് പഠിച്ചു വെക്കുന്നത്. തെലങ്കാനയാണെങ്കിൽ ജീവൻ ദാൻ. ചെറുതാനയുടെ അവയവദാന പദ്ധതിയുടെ പേരാണ് ജീവൻ ദാൻ. മനസ്സിലായല്ലോ, ജീവൻ ദാൻ. ഇതൊക്കെ മസ്റ്റായിട്ട് ഒന്ന് പഠിച്ചു വെച്ചോണം. കർണാടകയാണെങ്കിൽ ജീവൻ സാർത്ഥാകാത്തെ. ജീവൻ സാർത്ഥാകാത്തെ കർണാടകയുടെ സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ പേരാണ് ജീവൻ സാർത്ഥാകാത്തെ. നമ്മൾ സോട്ടോ എന്നാണ് കോമൺ ആയിട്ട് എല്ലാത്തിനെയും വിളിക്കുന്നത്. അവർ പ്രാദേശികമായിട്ട് ഓരോ പേരുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാടിന്റെ എന്താണ്? ട്രാൻസ്റ്റാൻ. തമിഴ്നാടിന്റെ ആണ് ട്രാൻസ്റ്റാൻ. തെലങ്കാനയുടെ എന്താണ്? ജീവൻ ധാൻ. തെലങ്കാനയുടെ എന്താണ്? ജീവൻ ധാൻ. അതേപോലെ കർണാടകയുടേത് ജീവൻ സാർത്ഥാകാത്തെ. ജീവൻ സാർത്ഥാകാത്തെ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണം. കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ്. കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോഞ്ച്ഡ് ഇൻ 2012. കേരള ഗവൺമെന്റ് ഓർഗൻ ഷെയറിംഗിന് വേണ്ടി ഒരു നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഏത് വർഷമാണ്? 2012 ഓൾസോ നോൺ ആസ് മൃദ സഞ്ജീവിനി, മാനേജ്ഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ശ്രദ്ധിച്ചോണം, കേരളത്തിൽ നടപ്പാക്കുന്ന അവയവദാന പദ്ധതി. ഞാൻ പറഞ്ഞില്ല തമിഴ്നാടിന് ഒരു പേരുണ്ട്, കർണാടകയ്ക്ക് ഒരു പേരുണ്ട്. അപ്പൊ കേരളത്തിൽ ഈ പറഞ്ഞ കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ്, അതായത് നമ്മുടെ സോട്ടോ എന്ന് പറയുന്ന കേരളത്തിന്റെ സ്റ്റേറ്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ടിഷ്യൂ ആ രീതിയിലുള്ള ഓർഗനൈസേഷന്റെ കീഴിൽ വരുന്ന കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത്? മൃദ സഞ്ജീവിനി. സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന അവയവദാന പദ്ധതിയുടെ പേരാണെന്ത്? മൃദ സഞ്ജീവിനി. കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് മൃദ സഞ്ജീവിനി. മൃദ സഞ്ജീവിനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആണ് സിനിമാ താരം മോഹൻലാൽ. ക്ലിയർ ആണല്ലോ? കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? മൃദ സഞ്ജീവിനി പദ്ധതിയാണ്. ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാൽ ആണ്. ഇനി ഒബ്ജക്റ്റീവ്, പ്രൊമോട്ട് ഡിസീസ്ഡ് ഓർഗൻ ഡൊണേഷൻ. നമുക്ക് നോർമൽ കേസിലുള്ള മരണമാണെങ്കിലും ആക്സിഡന്റൽ ഡെത്ത് ആണെങ്കിലും അത് ഈ പറഞ്ഞ ഓർഗൻ ഡൊണേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. എൻഷുർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് ഫെയർ ഓർഗൻ അലോക്കേഷൻ. ട്രാൻസ്പ്ലാന്റേഷൻ ഈ പറഞ്ഞ ലിസ്റ്റ് തയ്യാറാക്കി കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ
സുതാര്യമായിട്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ അവയവദാനവും കൈമാറ്റമൊക്കെ നടപ്പാക്കുന്നു. മെയിൻറ്റെയിൻ എ സ്റ്റേറ്റ് ലെവൽ വെയിറ്റിംഗ് ലിസ്റ്റ്, സംസ്ഥാന തലത്തിൽ ഇതേപോലെ വെയിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു അപകട മരണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു നോർമൽ ഡെത്ത് സംഭവിക്കുന്നു. അപ്പോൾ അവർ അതിന് വില്ലിംഗ് ആയിട്ടുള്ള നേരത്തെ സന്നദ്ധ അറിയിച്ച ആൾക്കാരാണെങ്കിൽ അവരുടെ അവയവങ്ങൾ മാറ്റിവെച്ച് വെയിറ്റ് ലിസ്റ്റിൽ ഫസ്റ്റ് പ്രയോറിറ്റിയാണ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ്. അപ്പോൾ കേരളത്തിൽ സോട്ടോ എന്ന പേരിൽ കേരളത്തിലുമുണ്ട് ഒരു ഓർഗനൈസേഷൻ. അത് കീഴിൽ നടപ്പാക്കുന്ന സംസ്ഥാന അവയവദാന പദ്ധതിയുടെ പേരാണെന്ത്? മൃതസഞ്ജീവിനി. എന്താണ് ആ പദ്ധതിയുടെ പേര്? മൃതസഞ്ജീവിനി. മൃതസഞ്ജീവിനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സിനിമാ താരം മോഹൻലാൽ ആണ് മൃതസഞ്ജീവിനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. ഇനി ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ രജിസ്ട്രി ഓഫ് ഡോണേഴ്സ് ആൻഡ് റെസിപ്പേഴ്സ്. ഓൺലൈനായിട്ടുള്ള രജിസ്ട്രി, അപ്പോൾ പബ്ലിക് ഡൊമൈനിൽ അത് അവൈലബിൾ ആണ്. അലോക്കേഷൻ ബേസ്ഡ് ഓൺ മെഡിക്കൽ ക്രൈറ്റീരിയ ആൻഡ് പ്രയോറിറ്റി. യെസ്, മെഡിക്കൽ ക്രൈറ്റീരിയയും പ്രയോറിറ്റിയും അനുസരിച്ചാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 പേര് കിഡ്നിക്ക് വേണ്ടി വെയിറ്റ് ലിസ്റ്റിലുണ്ട്. ഒരാളെ സംബന്ധിച്ച് ഒരാളാണ് ആദ്യം രജിസ്റ്റർ ചെയ്തത്, രണ്ടാമത്തെ ആൾ അതിനുശേഷമാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ രണ്ടാമത്തെ ആൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ റിക്വയർ ഉണ്ട്. മറ്റേ ആൾക്ക് ചിലപ്പോൾ 1 വർഷത്തിനകം ഓപ്പറേഷൻ നടത്തിയാലും മതി. അപ്പം അവിടെ ആദ്യം രജിസ്റ്റർ ചെയ്തു എന്നതിനുള്ള പ്രയോറിറ്റി എന്താണ്? മെഡിക്കൽ ക്രൈറ്റീരിയ ആണ്. മനസ്സിലായല്ലോ? അതാണ് അലോക്കേഷൻ ബേസ്ഡ് ഓൺ മെഡിക്കൽ ക്രൈറ്റീരിയ ആൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതല്ലാതെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന സിസ്റ്റം അല്ല അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു രീതിയാണ്. സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ടു പ്രിവെന്റ് മിസ്യൂസ്. അതായത് ഈ അവയവദാനം മിസ്യൂസ് ചെയ്യാൻ, അതായത് പൈസ കൊടുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വാങ്ങാനും കച്ചവടം ചെയ്യാനുള്ള സാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. കോർഡിനേഷൻ എമംഗ് ഹോസ്പിറ്റൽ, ആശുപത്രികൾ തമ്മിലുള്ള കോർഡിനേഷനും ഇതിലൂടെ സാധ്യമാക്കുന്നു. അപ്പോൾ കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതി എന്ന രീതിയിൽ മൃതസഞ്ജീവിനിയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ് ഈ ഭാഗത്ത് നിന്ന്. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ, സ്റ്റേറ്റ് ലെവൽ ബോഡി അലൈൻഡ് വിത്ത് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. കേരളത്തിലും ഈ പറഞ്ഞ രീതിയിൽ നമ്മളൊരു പദ്ധതിയായിട്ട് നടപ്പാക്കുന്നുണ്ട് മൃതസഞ്ജീവിനി. അതുപോലെ നാഷണൽ ലെവലിന് സമാനമായിട്ട് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ഉണ്ട്. അതെന്താണ്? സ്റ്റേറ്റ് ലെവലിൽ ഒരു ബോഡിയാണ്. നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന് സമാനമായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളെ സംസ്ഥാന തലത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്ന സ്ഥാപനമാണ്. അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് കോർഡിനേറ്റ് ഓർഗൻ ഡൊണേഷൻ ആക്ടിവിറ്റി. ഓർഗൻ ഡൊണേഷൻ ആക്ടിവിറ്റികളെ കോർഡിനേറ്റ് ചെയ്യുക. പ്രൊമോട്ട് അവയർനെസ് ക്യാമ്പയിൻ. ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യമുള്ളൊരു സംഭവം എന്താണ്? അവയർനെസ് ക്യാമ്പയിൻ ആണ്. മോണിറ്റർ ട്രാൻസ്പ്ലാന്റ് പ്രൊസീജിയേഴ്സ്. ട്രാൻസ്പ്ലാന്റ് പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. ഇനി അടുത്തത് ശ്രദ്ധിച്ചോണം. നമ്മൾ മുൻപ് പഠിച്ചത് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനെ കുറിച്ചാണ്. അതെന്താണ്? സ്റ്റേറ്റ് ലെവൽ ബോഡി അലൈൻഡ് വിത്ത് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ സ്റ്റേറ്റ് ലെവൽ ബോഡിയാണ്. അവരുടെ ലക്ഷ്യം പറഞ്ഞു കോർഡിനേറ്റ് ഓർഗൻ ഡൊണേഷൻ ആക്ടിവിറ്റീസ്, പ്രൊമോട്ട് അവയർനെസ് ക്യാമ്പയിൻസ്, അതേപോലെ മോണിറ്റർ ട്രാൻസ്പ്ലാന്റ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത് അവരുടെ ദൗത്യമായിട്ട് പറഞ്ഞു. ഇനി അടുത്ത് ശ്രദ്ധിച്ചോണം. കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ. അടുത്തത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓർഗന്മാരുടെ ബ്ലഡ് ആണ്. സ്റ്റേറ്റ് ലെവൽ ബോഡി അണ്ടർ നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോഗ്രാം. അതായത് നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന സ്റ്റേറ്റ് ലെവൽ ബോഡി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതാണ് ഇത് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളല്ല, നാഷണൽ ലെവലുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ തന്നെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ബോഡിയാണ്. ഇവരുടെ ഫങ്ഷൻസ് എന്താണ്? എൻഷുർ സേഫ് ആൻഡ് അക്യുറേറ്റ് ബ്ലഡ് സപ്ലൈ. നമ്മൾ പറയാറുണ്ട് രക്തബാങ്കുകൾ. ഇപ്പൊ രക്തബാങ്കുകളിൽ ആവശ്യമായിട്ടുള്ള രക്തം കീപ്പ് ചെയ്യുക, അത് ആവശ്യമുള്ളവർക്ക് കൃത്യമായിട്ട് എത്തിക്കുക, അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രൊമോട്ട് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ചെറിയ പ്രായം മുതൽ നമ്മൾ സ്കൂളിൽ മുതൽ കേൾക്കുന്നതാണ് ബ്ലഡ് ഡൊണേഷനെ കുറിച്ച്. അത് ഇടയ്ക്കിടയ്ക്ക് അവയർനെസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. മോണിറ്റർ ബ്ലഡ് ബാങ്ക് അക്രോസ് കേരള. കേരളത്തിലെ എല്ലാ ബ്ലഡ് ബാങ്കുകളെയും മോണിറ്റർ ചെയ്ത് എവിടേക്കാണ് എന്തൊക്കെ അവൈലബിലിറ്റി ഉള്ളത്, എവിടേക്കാണ് റിക്വയർമെന്റ് ഉള്ളത്, അപ്പം ഓരോ ആളുകളെയും അവിടെ എത്തിച്ച് കൂടുതൽ ബാങ്കിലേക്ക് കൂടുതൽ ബ്ലഡ് ശേഖരിക്കാനുള്ള പ്രോസസ്സൊക്കെ ഇവരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ. എന്താണ് അതിന്റെ പേര്? കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ ബോഡിയാണ്, നാഷണൽ ലെവലുള്ള സ്ഥാപനത്തിന്റെ സ്റ്റേറ്റ് ലെവൽ ബോഡിയാണ്. അത് എൻഷുർ സേഫ് ആൻഡ് അക്യുറേറ്റ് ബ്ലഡ് സപ്ലൈ. കാരണം
നമുക്കറിയാം, നമ്മൾ കേൾക്കാറുണ്ട്, സാധാരണ ഒരു തവണ രക്തദാനം ചെയ്യുമ്പോൾ ഏതാണ്ട് 300 ml രക്തമാണ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ചെയ്യാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പുതിയ ടിഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമുക്കറിയാം, നമ്മളൊരു രക്തദാനത്തിന് തയ്യാറാവുമ്പോൾ എന്താണ്, നമ്മുടെ ബോഡിയിലുള്ള രോഗകാരികളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചൊക്കെ ചെക്കപ്പിന് വിധേയരാക്കിയിട്ടാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, ഡോണർ ആക്കുന്നത്. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ രക്തവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന ആളുകൾക്ക് നമുക്കുള്ള രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പലപ്പോഴും പണ്ട് അങ്ങനെയുള്ള സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സേഫ് ആൻഡ് എഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ എന്ന് പറയുന്നത്. സുരക്ഷിതമായ ശേഖരണവും വിതരണവും, അതാണ് വലിയ പ്രാധാന്യമുള്ളൊരു പോയിന്റ്. വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ, യെസ്, അത് കൃത്യമായ ഇടവേളകളിൽ ഈ പറഞ്ഞ സന്നദ്ധ പ്രവർത്തനം എന്ന രീതിയിൽ ബ്ലഡ് ഡൊണേഷൻ പ്രോത്സാഹിപ്പിക്കുക. മോണിറ്റർ ബ്ലഡ് ബാങ്ക് അക്രോസ് കേരള, അതാണ് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിന്റെ ദൗത്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു പോർട്ടലാണ്, ഇ രക്തഘോഷ് എന്നാണ് ഇതിന്റെ പേര്. എന്താണ് ഇ രക്തഘോഷ്? കേരള ഓൺലൈൻ സിസ്റ്റം ഫോർ ബ്ലഡ് അവൈലബിലിറ്റി ട്രാക്കിംഗ്, അതേപോലെ ഡോണർ രജിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ കോർഡിനേഷൻ. നമുക്ക് ബ്ലഡ് ഡോണർ ആകാൻ ആഗ്രഹമുണ്ട്. പലപ്പോഴും നമ്മൾ ഓൺലൈനും ഇപ്പോഴീ പറഞ്ഞ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ മെസ്സേജ് വരും, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണം, എ പോസിറ്റീവ് അല്ലെങ്കിൽ എ നെഗറ്റീവ് ഉള്ള ആളുകൾ കോൺടാക്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഇതല്ലാതെ നമുക്ക് റെഗുലറായിട്ട് ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ സഹായിക്കുന്ന, പലർക്കും അറിയില്ല ഇത് ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, എവിടെ ചെല്ലണമെന്ന്. ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ സഹായിക്കുന്ന ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടലിന്റെ പേരാണ് ഇ രക്തഘോഷ്. എന്താണ് ആ പോർട്ടലിന്റെ പേര്? ഇ രക്തഘോഷ് എന്നാണ് ആ പോർട്ടലിന്റെ പേര്. എന്താണ് ഇ രക്തഘോഷ്? ഇത് കേരള ഓൺലൈൻ സിസ്റ്റം ഫോർ ബ്ലഡ് അവൈലബിലിറ്റി ട്രാക്കിംഗ്. അപ്പൊ നമുക്ക് ഇതിലൂടെ 3-4 ഗുണങ്ങളുണ്ട്. 1 ബ്ലഡ് അവൈലബിലിറ്റി ട്രാക്കിംഗ്, 2 ഡോണർ രജിസ്ട്രേഷൻ, 3 ഹോസ്പിറ്റൽ കോർഡിനേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആവശ്യമായിട്ടുണ്ട്, അപ്പം അത് അവൈലബിൾ ആണോ, ബ്ലഡ് ബാങ്കിൽ അവൈലബിൾ ആണോ എന്നെങ്ങനെ അറിയാൻ പറ്റും? ഫോൺ വിളിച്ച് അറിയാൻ പറ്റുമോ? ഫോൺ വിളിക്കുന്നതൊക്കെ ഒരു എൻക്വയറി മാർഗമാണ്, പക്ഷെ പ്രോപ്പറായിട്ട് അത് വർക്ക് ആവണമെന്നില്ല. അപ്പൊ നമുക്ക് എന്തിന്റെ സഹായം തേടാൻ പറ്റും? ഈ രക്തഘോഷ് എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടലിൽ, ആ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് കേരളത്തിലെ ഈ പറഞ്ഞ ബ്ലഡ് ഡൊണേഷൻ ഇതിന്റെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റൽ, എവിടെയൊക്കെയാണ് രക്തബാങ്കുകൾ ഉള്ളത്, അവിടെയെല്ലാം നിലവിൽ ഏത് ഗ്രൂപ്പിലുള്ള എത്രത്തോളം ബ്ലഡ് സ്റ്റോക്കാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് കണ്ടെത്തി നമുക്ക് അവിടെ പോയി എന്ത് ചെയ്യാൻ പറ്റും? ഡോണർ ആകാനും സാധിക്കും. അതാണ് ഈ രക്തഘോഷ് എന്ന ഓൺലൈൻ പോർട്ടലിന്റെ പ്രത്യേകത. അപ്പൊ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ വരുമ്പം ഈ ഓൺലൈൻ പോർട്ടലുകൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. ഇത് ഓൾറെഡി എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഈ രക്തഘോഷ് അത് ഓൺലൈൻ പോർട്ടലാണെന്ന് ഓർത്തിരിക്കണം. ഇതുവരെ നമ്മൾ കണ്ടത് എന്താണ്? ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന സ്ഥാപനങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ കൗൺസിലുകളെ കുറിച്ചോ ഒക്കെയാണ് കണ്ടത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് നിയമപരമായിട്ട് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇതങ്ങനെയല്ല. ഇതൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഈ പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാനും അവൈലബിലിറ്റി അറിയാനും ഹോസ്പിറ്റൽ ഈ ഒരു ചെയിന്റെ ഭാഗമായിട്ടുള്ള ഹോസ്പിറ്റൽ ഏതെന്നറിയാനും ഇനി നമുക്ക് ഡോണർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യാനും സാധിക്കുന്ന പോർട്ടലാണ് എന്ത്? ഈ രക്തഘോഷ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പോൾ ബ്ലഡ്. അടുത്തിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു സംഭവമാണ് പോൾ ബ്ലഡ്. കേരള പോലീസ് ഇനിഷ്യേറ്റീവ്സ് എ മൊബൈൽ ബേസ്ഡ് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാം. അതായത് രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കോർഡിനേറ്റ് ചെയ്യുന്നതിനും വേണ്ടി കേരള പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്പിന്റെ പേരാണ് എന്ത്? പോൾ ബ്ലഡ്. എന്താണ് അതിന്റെ പേര്? പോൾ ബ്ലഡ്. എന്താണ് അതിന്റെ പേര്? പോൾ ബ്ലഡ്. ക്ലിയർ ആണല്ലോ? കേരള പോലീസ് ഇനിഷ്യേറ്റീവ് ഈസ് എ മൊബൈൽ ബേസ്ഡ് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാം. പോൾ ബ്ലഡ് ആരംഭിച്ചത് 2021 ഏപ്രിലാണ്. അപ്പോൾ കേരള പോലീസ് നടപ്പാക്കുന്ന രക്തദാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകീകരിക്കാനുള്ള ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പാണ് എന്ത്? പോൾ ബ്ലഡ്. എന്താണ് അതിന്റെ പേര്? പോൾ ബ്ലഡ്. ആരംഭിച്ച വർഷം 2021 ഏപ്രിൽ. ഏത് വർഷമാണ്? 2021 ഏപ്രിൽ. ഇനി ടു കണക്ട് ഡോണേഴ്സ് വിത്ത് പേഷ്യൻസ്, അതുപോലെ കോംബാറ്റിംഗ് ഇല്ലീഗൽ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ഡോണേഴ്സിനെ പേഷ്യൻസുമായിട്ട് ലിങ്ക് ചെയ്യാനും ഇതുവഴിയുള്ള ഇല്ലീഗലായിട്ടുള്ള കൈമാറ്റങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചൂഷണങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് കേരള പോലീസ് ഇങ്ങനൊരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട നിയമങ്ങൾ,
പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. ഇതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്. അതിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് എന്നൊരു ആക്ട് ഉണ്ട്. ആ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന ഏത് വർഷമാണ്? 1994 2011 അത് ഭേദഗതി ചെയ്തു. ഓർഗൻ ഡൊണേഷനും ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട ലീഗൽ ഫ്രെയിംവർക്ക് ഈ നിയമത്തിന് അണ്ടറിലാണ് വരുന്നത്. അത് ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷനും അതേപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ റെഗുലേഷൻസും അതേപോലെ ഇല്ലീഗൽ ആയിട്ടുള്ള ട്രേഡ് ഒക്കെ തടയാനും ലിവിങ് ഡിസീസ് ഡൊണേഷനും ഒക്കെ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിനുശേഷം നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നൊരു സ്ഥാപനത്തെ കുറിച്ച് കണ്ടു. അത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു എപ്പെക്സ് ബോഡിയാണ്. ഓർഗൻ ഡൊണേഷൻ ട്രാൻസ്പ്ലാന്റേഷൻ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. അത് നാഷണൽ ലെവൽ വെയിറ്റിംഗ് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഓർഗൻസ് ഫെയലായിട്ട് അവർക്ക് അലോ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ അവയർനെസ്, ഈ ലെവലുള്ള അവയർനെസ് പ്രൊമോട്ട് ചെയ്യുന്നു. അതേപോലെ ഒരു രജിസ്ട്രി, ഡോണേഴ്സിന്റെ റെസിപ്പിറ്റൻസിന്റെ ഒരു രജിസ്റ്ററി കീപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് തന്നെ റീജിയണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ എത്തുമ്പം റോട്ടോ എന്നും സോട്ടോ എന്നും, റീജിയണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നും, സംസ്ഥാന തലത്തിൽ ഈ ബോഡിയെ സോട്ടോ എന്നറിയപ്പെടുന്നു, സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്ന് അറിയപ്പെടുന്നു. പിന്നെ സംസ്ഥാനങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പദ്ധതികൾക്ക് ചില വ്യത്യസ്തമായ പേരുണ്ട്. ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളായതുകൊണ്ട് തമിഴ്നാടിന്റെ പേരെന്താണ്? ട്രാൻസ്താൻ എന്നാണ്. തമിഴ്നാടിന്റെ ആ അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പദ്ധതിയുടെ പേര്. തെലങ്കാനയാകുമ്പോൾ ജീവൻ ദാൻ, അവയവം രക്തദാനമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. കർണാടകയാകുമ്പോൾ ജീവൻ സാർത്ഥാഖാത്തെ എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഇനി കേരളത്തിലാകുമ്പോൾ കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് എന്ന രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അത് 2012 ആരംഭിച്ചു. ആ പദ്ധതി ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നു? മൃതസഞ്ജീവിനി പദ്ധതി. നമ്മുടെ ആരോഗ്യവകുപ്പ് കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പദ്ധതിയാണ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവിനി. മൃതസഞ്ജീവിനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്. ഈ പറഞ്ഞ റൂട്ട് ഡിസീസ്ഡ് ഓർഗൻ ഡൊണേഷനും ട്രാൻസ്പ്ലാന്റ് ആൻഡ് ഫെയർ ഓർഗൻ അലോക്കേഷനും അതേപോലെ സ്റ്റേറ്റ് ലെവൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ മൃതസഞ്ജീവിനി പദ്ധതിയുടെ അണ്ടറിലാണ്. ഓൺലൈൻ രജിസ്ട്രി ഉണ്ട് ഡോണേഴ്സിനും റെസിപ്പിയൻസിനും വേണ്ടി. അലോക്കേഷൻ ബേസ്ഡ് ഓൺ മെഡിക്കൽ ക്രൈറ്റീരിയ ആൻഡ് പ്രയോറിറ്റി, അതിന് വലിയ പ്രാധാന്യമുണ്ട്. സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ടു പ്രിവെന്റ് മിസ്യൂസ്, അതേപോലെ കോർഡിനേഷൻ അമംഗ് ഹോസ്പിറ്റൽ, ഇതെല്ലാം മൃതസഞ്ജീവിനി പദ്ധതിയുടെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ഉണ്ട്. അത് സ്റ്റേറ്റ് ലെവൽ ബോഡി അലൈൻഡ് വിത്ത് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ, കോർഡിനേറ്റ് ഓർഗൻ ഡൊണേഷൻ ആക്ടിവിറ്റീസ്, പ്രൊമോട്ട് അവയർനെസ് ക്യാമ്പയിൻസ്, മോണിറ്റർ ട്രാൻസ്പ്ലാന്റ് പ്രൊസീജിയേഴ്സ്. ഇതെല്ലാം ഈ ഒരു സ്ഥാപനത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. സെയിം തന്നെ കൗൺസിൽ ഉണ്ട്. കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ ആണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ സ്റ്റേറ്റ് ലെവൽ ബോഡി അണ്ടർ നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ. അതൊരു സ്റ്റേറ്റ് ലെവൽ ബോഡിയാണ്. എൻഷുർ സേഫ് ആൻഡ് എഡ്യൂക്കേറ്റ് ബ്ലഡ് സപ്ലൈ, അതേപോലെ പ്രൊമോട്ട് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ. അതായത് ഈ പറഞ്ഞ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ബ്ലഡ് ഡൊണേഷൻ വരുന്നത്. മോണിറ്റർ ബ്ലഡ് ബാങ്ക്സ് അക്രോസ് കേരള, അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് സ്റ്റോറേജ് മറ്റു കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള അവരുടെ ദൗത്യമാണ്. പിന്നെ 2 ഓൺലൈൻ പോർട്ടലുകളെ കുറിച്ചാണ് പഠിച്ചത്. അതിലൊന്നാണ് ഈ രക്തകോഷ്. ഒന്നാമത്തെ പോർട്ടലിന്റെ പേരെന്താണ്? ഈ രക്തകോഷ്. അതൊരു ഓൺലൈൻ സിസ്റ്റമാണ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പം മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന സ്ഥാപനമുണ്ട്, നാഷണൽ ലെവലുണ്ട്, സ്റ്റേറ്റ് ലെവലുണ്ട്. കൗൺസിലുണ്ട്, സ്റ്റേറ്റ് ലെവലുണ്ട്, നാഷണൽ ലെവലുണ്ട്. ബ്ലഡുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ലെവലുണ്ട്, നാഷണൽ ലെവലുണ്ട്. പക്ഷെ സാധാരണക്കാർക്ക് ഇത് പെട്ടെന്ന് ആക്സസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ പിന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ക്യാമ്പയിൻസും മറ്റു കാര്യങ്ങളും പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്, കുറച്ചുകൂടെ ആക്സസിബിൾ ആണ്. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒട്ടും ആക്സസിബിൾ ആയിരുന്നില്ല. സോ അങ്ങനെയുള്ളപ്പോഴാണ് ഈ ഇലക്ട്രോണിക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രക്തകോശ് എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടൽ വരുന്നത്. ബ്ലഡ് അവൈലബിലിറ്റി ട്രാക്കിങ്, ഡോണർ രജിസ്ട്രേഷന്, ഹോസ്പിറ്റൽ കോർഡിനേഷന്, ഇതെല്ലാം ഈ രക്തകോശിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതേപോലെ പോൾ ബ്ലഡ്, അത് കേരള പോലീസിൻ്റെതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള പോലീസ് ഇനിഷ്യേറ്റീവ് ഈസ് എ മൊബൈൽ ബേസ്ഡ് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാം. അത് ആരംഭിച്ചത് 2021 ആ ഇയർ ഒന്ന് ഓർത്തോണം. പോൾ ബ്ലഡ് എന്ന് പറയുന്ന സംഭവം ആരംഭിച്ചത് 2021. പ്രത്യേകിച്ച് കോവിഡ് സമയത്തൊക്കെയാണ് ഇങ്ങനെ ഒരു സ്കീം കേരള പോലീസ് കൊണ്ടുവരുന്നത്. 2021 ടു കണക്ട് ഡോണേഴ്സ് വിത്ത് പേഷ്യൻസ് കോമ്പാക്ടിങ് ഇല്ലീഗൽ എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ചൂഷണം ഒഴിവാക്കുക. നമ്മൾ എന്ത് സംഭവമാണെങ്കിലും ഓൺലൈനിലേക്ക് വരുമ്പോൾ എന്തായാലും കൂടുതൽ സുതാര്യമാകും. അതാണ് അതിന്റെ പ്രത്യേകത. ഓൺലൈനിൽ വരുമ്പോൾ സുതാര്യമാകുമ്പോൾ ഈ പറഞ്ഞ ചൂഷണം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. പ്രത്യേകിച്ച് കേരള പോലീസിന്റെ പദ്ധതി എന്ന രീതിയിലാണ് അത് വരുന്നത്. അപ്പൊ അവരല്ല യഥാർത്ഥത്തിൽ ബ്ലഡ് ബാങ്ക്.
ഈ ബ്ലഡ് ബാങ്കിലുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ഒരു പബ്ലിക് ഡൊമൈനിൽ ചൂഷണം ഒഴിവാക്കാൻ വേണ്ടി കേരള പോലീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംവിധാനമാണ് എന്ത്, പോൾ ബ്ലഡ്. അപ്പൊ ഈ രക്തകോശം പോൾ ബ്ലഡും ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ഇതാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ള നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട നിയമം എന്ത്, അതിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ലെവലുള്ള സ്ഥാപനങ്ങൾ ഏത്, അവരുടെ ഫങ്ഷൻസ് എന്ത്, ഇത്രയാണ് നമ്മൾ ബേസ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സ്റ്റേറ്റ് ലെവൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ആ പരിപാടികൾ അവർ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നു സ്റ്റേറ്റ് ലെവൽ, അത്രയേ ഉള്ളൂ. കേരളത്തിൽ മൃതസഞ്ജീവനി എന്നൊരു പദ്ധതിയുണ്ട് അവയവദാനവുമായി ബന്ധപ്പെട്ട്. സെയിം കേസിൽ തമിഴ്നാടിന്റെയും തെലങ്കാനയുടെയും കർണാടകയുടെയും പദ്ധതിയുടെ പേരുകൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം നമ്മുടെ സ്റ്റേറ്റ് പോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റേറ്റുകൾ എന്ന രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ രക്തകോഷ് എന്ന് പറയുന്ന പോർട്ടലിനെ കുറിച്ചും പോൾ ബ്ലഡ് എന്ന് പറയുന്ന കേരള പോലീസിന്റെ മൊബൈൽ ആപ്പിനെ കുറിച്ചും പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കാമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.